തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ പ്രദേശത്ത് നടത്തിയ തെരച്ചിലിൽ ഇന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. അപകടസ്ഥലത്തിന് 400 മീറ്റർ അകലെ നിന്നാണ് തലയും കൈയും കണ്ടെത്തിയത്. അപകടത്തിൽ കാണാതായ 4 പേരുടെ കാര്യത്തിലാണ് ഇനി അവ്യക്തതയുള്ളതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ആദ്യം നമുക്ക് 10 പേരുടെയാണ് സ്ഥിരീകരിക്കപ്പെട്ട ബോഡികൾ കിട്ടിയിരുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 29ഓളം പാർട്സുകളാണ്. ആ പാർട്സുകൾ ഇപ്പോൾ DNA ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇന്നലത്തെ തെരച്ചിലിൽ ഒരു പുരുഷൻ്റെ തല കിട്ടുകയുണ്ടായി. കാണാതായിരുന്ന ഒരു സുഹൃത്തിൻ്റെതാണ്, ഗിരീഷിൻ്റെതാണ് എന്ന രൂപത്തിലേക്ക് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. കാരണം ഇവരെ എത്ര പേരുണ്ടായിരുന്നു എന്നെല്ലാം രേഖപ്പെടുത്തുന്ന അവിടുത്തെ അവരുടെ രേഖകളും കത്തിപ്പോയിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ആ രേഖകൾ നോക്കിയിട്ട് സ്ഥിരീകരിക്കാൻ കഴിയില്ല. അവിടെ ഉണ്ടായിരുന്നവരുടെ മൊഴിയെടുത്തുകൊണ്ടും അവർ പറയുന്ന വെച്ചും കാണാതായവരുടെ ലിസ്റ്റ് പരിശോധിച്ചുമാണ് നമുക്കിത് ചെയ്യാൻ കഴിയുക. ആ പരിശോധനയിൽ ഇപ്പോൾ ദേവസ്വത്തിൻ്റെ സംഘാടകരിൽ തന്നെ 3-4 പേർ ഇതിനകത്ത് അകപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ശ്രീകുമാരൻ തുടരുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായ ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസവും ശരീരഭാഗങ്ങൾ ഇത്തരത്തിൽ ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഒരു പുരുഷന്റെ തലയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ തെരച്ചിൽ അവസാനിച്ചോ? ഒപ്പം തന്നെ ഈ കാണാതായ ആളുകളെ കുറിച്ച് എന്താണ് നിലവിൽ ഇപ്പോൾ പോലീസ് പറയുന്നത്? അമൃത, അതിലേറ്റവും ദുഃഖകരമായ കാര്യം ഇന്ന് ഒരു തലയും അതുപോലെ തന്നെ കൈയുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് ഏതാണ്ട് ഡീകമ്പോസ്ഡ് ആയ അഴുകിയ നിലയിലായിരുന്നു ഇത് രണ്ടും ഉണ്ടായിരുന്നത്. ഈ തലയിൽ മുഖം ഒട്ടും തന്നെ മനസ്സിലാവാത്ത തരത്തിലാണ്. തലയുടെ ഒരു ഭാഗത്ത് പക്ഷേ തലമുടി നരച്ചത് കാണുന്നുണ്ട്. അത് വെച്ച് ഏതെങ്കിലും തരത്തിൽ ആളുകളെ ദൃശ്യങ്ങളൊക്കെ വെച്ച് ഐഡന്റിഫൈ ചെയ്യാം, തിരിച്ചറിയാമെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. അതിനുവേണ്ടി ഇത് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും DNA പരിശോധന നടത്തും. നേരത്തെ മന്ത്രി സൂചിപ്പിച്ച പോലെ തന്നെ 4 പേരുടെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. അവരുടെ ശരീരഭാഗങ്ങൾ ഏതെങ്കിലും തരത്തിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നിലവിൽ ഇല്ല. അവരെ തിരിച്ചറിയാനുണ്ട്. ഇത് കൂടാതെ മറ്റു തരത്തിൽ ഏതാണ്ട് 28ഓളം ശരീരഭാഗങ്ങൾ ലഭിച്ചു എന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ അതിലധികം ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ഒരാളുടെ തന്നെയാണോ അല്ലെങ്കിൽ കുറച്ചധികം ആളുകളുടേതാണോ എന്ന കാര്യത്തിലുള്ള സംശയങ്ങളാണുള്ളത്. ഇന്ന് രാവിലെയും തെരുവ് നായ്ക്കൾ ഇത്തരത്തിൽ ശരീരാവശിഷ്ടങ്ങൾ കടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് മുണ്ടത്തിക്കോട് നിന്ന് കാണാമായിരുന്നു അവിടെ നിൽക്കുന്ന സമയത്ത്. പക്ഷേ ആ പാടശേഖരത്തിൽ നിന്ന് പോലീസുകാരാണ് ASP ഒല്ലൂർ തോംസൺ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ACP ഒല്ലൂർ തോംസൺ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. ആ പോലീസുകാർ പിറകെ ഓടി, നായ്ക്കളുടെ പിറകെ ഓടി ഒക്കെയാണ് ആ വായിൽ നിന്നൊക്കെ അതെടുത്ത് ആദരവോടുകൂടി, മനുഷ്യൻ്റെ ശരീരമാണ് സ്വാഭാവികമായിട്ട് ആദരവോടുകൂടി അത് എടുത്ത് കൊണ്ടുവന്ന് ഇൻക്വസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്കൊക്കെ മാറ്റുന്നത്. എന്നാലും ആ പ്രക്രിയ തുടരുന്നുണ്ട്. ഇപ്പോൾ നല്ല വെയിലാണ്. അതുകൊണ്ട് ഈ വെയിലുള്ള മേഖലകളിലല്ല തിരച്ചിൽ ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഇവിടെ ഈ വീടുകളിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തും ഒക്കെയാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത്. ഇന്ന് ഈ ഒരു മുളങ്കാടിൽ, സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമായ ഒരു മുളങ്കാട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ കൈയും ഒരു തലയും ലഭിച്ചിരിക്കുന്നത്. എന്തായാലും പരിശോധനകൾ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോഴും റവന്യൂ അധികൃതരും പോലീസും അറിയിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.